ഓരോ ദിവസവും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ച മനോഹരമായ ഒരു യാത്ര തന്നെയാണ് ജീവിതം. ഒരിക്കൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ശരിയായി ചെയ്താൽ മാത്രം മതി. സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കണമെങ്കിൽ അത് ആളുകളെയോ വസ്തുക്കളെയോ അല്ല, ഒരു ലക്ഷ്യവുമായി ബന്ധിപ്പിച്ച് ജീവിക്കുക. അത് നിങ്ങൾക്ക് വളരെ ആസ്വാദ്യകരമായിരിക്കും. നമ്മുടെ സമയം പരിമിതമാണെന്ന് എപ്പോഴും ഓർക്കുക. മറ്റൊരാളുടെ ജീവിതം പാഴാക്കാതെ നമ്മുടെ ജീവിതം ആസ്വദിക്കുക. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായി എപ്പോഴും തോന്നരുത്. മറിച്ച് നമ്മൾ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ തന്നെയാണത്. ജീവിതത്തിൽ ഏൽക്കുന്ന ഓരോ മുറിവും ഓരോ പാഠങ്ങളാണ്. ഈ യാത്രയിൽ നമ്മൾ നേരിടുന്ന സമ്മർദ്ദം, വെല്ലുവിളികൾ എല്ലാം ഉയരുന്നതിനുള്ള അവസരമായി കാണുക. ജീവിതം ഒരിക്കലും എളുപ്പമല്ല. ചെയ്യേണ്ട ജോലികൾ ധാരാളമുണ്ട്, കടമകളുമുണ്ട്. അതെല്ലാം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. സത്യത്തോടും നീതിയോടും സ്വാതന്ത്ര്യത്തോടും ബാധ്യതയുള്ളവരാണ് നമ്മൾ. ജീവിതം ഒരു ചക്രം പോലെയാണ്. അത് ഉരുളും. അതിൻ്റെ നിയന്ത്രണം നിലനിർത്താൻ നമ്മൾ അതിനൊപ്പം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കണം. ആ ജീവിതയാത്രയിൽ ഓരോ വ്യക്തിയും കഴിയുന്നിടത്തോളം എല്ലാ ആളുകൾക്കും എല്ലാ വഴികളിലും കഴിയുന്നത്ര നന്മകൾ മാത്രം ചെയ്യുക. ചില സത്യങ്ങൾ തന്നെ ഭഗവാൻ നമ്മോട് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഓരോ പ്രതികരണവും ജീവിതത്തിലെ സന്തോഷം നിലനിർത്തുവാൻ സഹായിക്കുന്നുണ്ട്. ജീവിതയാത്രയിൽ നമ്മുടെ പ്രതികരണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ജീവിതത്തിൽ നാം പലരോടും ഇടപഴകേണ്ടതായി വരും. പലരും പല രീതിയിൽ പെരുമാറുന്നവരാണ്. ചിലർ പോസിറ്റീവായി പെരുമാറും, ചിലർ നെഗറ്റീവായിട്ടായിരിക്കും. ചിലർ നമ്മെ വലിച്ചു താഴെയിടും. ചിലർ അസൂയയും കുശുമ്പും മനസ്സിലൊതുക്കിയും പുറമേ സ്നേഹം കാണിച്ചു നിൽക്കുന്നവരുണ്ട്. ചിലർ സ്നേഹത്തോടെ സംസാരിക്കും. എന്തു തന്നെ ആയാലും മറ്റൊരാൾ നമ്മളോട് എന്ത് പറയണമെന്ന് നമുക്കൊരിക്കലും മുൻവിധിയോടെ കാണാനാവില്ല. അവർക്ക് നമ്മളോട് എന്തും സംസാരിക്കാം, പെരുമാറാം. അത് നമുക്ക് നിയന്ത്രിക്കാനാവില്ല. അവർ ആ ഒരു നിമിഷത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഊഹിക്കാനും ആകില്ല. പക്ഷെ നമുക്ക് ഒന്ന് ചെയ്യാനാവും. നമുക്ക് നൽകിയിരിക്കുന്ന ഇരു ചെവികളും തലച്ചോറും അതുപയോഗിച്ച് നമുക്ക് എന്ത് കേൾക്കണം, എന്ത് കേൾക്കണ്ട എന്ന് തീരുമാനിക്കാം. കേട്ട കാര്യങ്ങളിലൊക്കെ എന്ത് ശേഖരിക്കണമെന്നും എന്ത് പുറത്തു കളയണമെന്നും നമുക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ഇതിനൊരു ഉദാഹരണമായി, നാം സഞ്ചരിക്കുന്ന സമയത്ത് പല ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനാകും. നാം പുറത്തേക്ക് പോകുമ്പോൾ നമ്മെ നോക്കി ഒരു നായ കുരയ്ക്കുകയാണ്, അല്ലെങ്കിൽ പൂച്ച കരയുകയാണ്. നാം അതിനോട് എന്താണ് പ്രതികരിക്കാത്തത്? നമുക്ക് ആ ഭാഷ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ നമ്മെ വേദനിപ്പിക്കും. നമ്മോട് പെരുമാറുന്ന രീതികൾ മനസ്സിൽ കൊള്ളുന്നതിന് കാരണം എന്താണ്? അതിനെ ഓർത്ത് വേദനിക്കുന്നത് എന്തിനാണ്? അത് ആ ആളിന് നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതിനാൽ തന്നെ അർഹതപ്പെട്ടവർക്ക് മനസ്സിൽ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുക. മറ്റുള്ളവർ പറയുന്നത് അവഗണിക്കുക തന്നെ വേണം. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ യാതൊന്നുകൊണ്ടും അത് കേട്ട് നിങ്ങൾ ദുഃഖിക്കരുത്. അവർ നിങ്ങളുടെ ദുഃഖം കാണാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതേസമയം നിങ്ങളുടെ ഉറ്റവരോ നിങ്ങളുടെ സ്നേഹിതരോ അത്തരത്തിൽ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചിന്തിക്കുക.